സമയം കളയാതെ എന്നെ സുന്ദരനാക്കും സുന്ദരാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ കല്ലൂര് കിഴക്കേ പള്ളിയില് വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഊട്ടുതിരുനാളാണ് ഒക്ടോബർ 10, 11, 12, 13. അപ്പൊ ഇന്നാണ് നമ്മുടെ കൊടിയേറ്റം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മെഗാ മാർഗംകളി നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഇന്ന് മാർഗംകളി കളിക്കണേന്ന്. പക്ഷെ അല്ല, അമ്മയാണ് ഇന്ന് മാർഗംകളി കളിക്കുന്നത് കേട്ടോ. അപ്പോ എനിക്ക് ഈ നിമിഷം ഓർമ്മ വരുന്നത് പണ്ട് അമ്മ എന്നെ കുഞ്ഞു കുഞ്ഞു ഡാൻസുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഒരുക്കി സ്റ്റേജിൽ കയറി ഞാൻ ഡാൻസ് കളിക്കാൻ നോക്കി നിൽക്കുന്ന അമ്മേനെയാണ്. അപ്പൊ ഇന്ന് എനിക്ക് തിരിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു അവസരം കിട്ടിയേക്കാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ക്ലിപ്സും കാര്യങ്ങളും അമ്മേനെ ഒരുക്കുന്നതും അതൊക്കെ കാണാം കേട്ടോ. ദേ പോകുന്നതിന് മുന്നുള്ള പ്രാക്ടീസായിട്ടായി കാണുന്നത്. ഞാൻ ജനിച്ചതിന് ശേഷം അമ്മ ഇങ്ങനെ ഡാൻസ് കളിക്കണതൊന്നും അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. കാരണം അമ്മ പാട്ട് പാടുമായിരുന്നു. പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും പാട്ടൊക്കെ പാടുമായിരുന്നു. അതുപോലെ പള്ളിയിൽ സ്പോർട്സ് അങ്ങനത്തെ പരിപാടികളിലൊക്കെ അമ്മ പങ്കെടുക്കുമായിരുന്നു. അമ്മ പുലിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു എക്സാമുകളും കാര്യങ്ങളൊക്കെ വരുവാന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല സ്കോർ ചെയ്യും. പക്ഷെ അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അമ്മ എന്നോട് എപ്പോഴും പറയാറ്, ഹെലനെ എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലാടി എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മേനെ മെല്ലെ കൂട്ടിയൊക്കെ തുടങ്ങി. അപ്പം അമ്മ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. അയ്യോ ഞാൻ കളിച്ചാൽ ശരിയാവുമോ, ആ ഒരു സ്കീമായിരുന്നു. പിന്നെ യോഗയ്ക്കൊക്കെ ആൾ പോകാൻ തുടങ്ങി, കുറച്ചും കൂടെ മെയ് വഴക്കൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ കളിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ പണ്ടെപ്പോഴും അമ്മ പള്ളിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അമ്മേനെ ഇങ്ങനൊരു പരിപാടിക്ക് കാണുന്നത്. ഞാൻ ഇതുവരെ മാർഗംകളിയൊന്നും കളിച്ചിട്ടില്ല. അമ്മയുടെ ആദ്യമായിട്ട് അമ്മ മാർഗംകളി കളിക്കുന്നതാണ്. സോ അതിന് മുൻപുള്ള പ്രാക്ടീസൊക്കെയാണ് ഈ കാണുന്നത്. സ്വയമേ കളിച്ചൊക്കെ നോക്കുകയാണ്. അപ്പോൾ എന്നോട് പറയുകയാണ് നന്നായിട്ട് കളിക്കണം, ഇതെൻ്റെ ആദ്യത്തെ വട്ടമാണ്, അപ്പോൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്വയമേ സ്റ്റെപ്സൊക്കെ എടുത്ത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. ഹണിമോള് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ അതോ ലീവാണോ? ഇന്ന് പള്ളിയിൽ മാർഗംകളി ഉണ്ട്. അപ്പം അമ്മ അതിന് പോകുക കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് വിളിക്കാം. എൻ്റെ മോൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിച്ചിട്ട് ഞാൻ ഈ കയ്യിൽ അമ്മ ഇങ്ങനെ ഇട്ടിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് കാരണം ഞാൻ ഇവരെയും കാണിക്കാന്ന് വിചാരിച്ചു. കണ്ട നല്ല തുന്തരൻ കൈ അല്ല തുണ്ടരി കൈ. കുത്തിത്താത്തനാണ് കുത്തിത്താത്തൻ, രണ്ട് കൊമ്പ് കുത്തിത്താത്ത കുത്തിത്താത്ത. അമ്മതേ പള്ളിയിൽ ഒരുങ്ങാൻ പോകുന്നതിന് മുൻപ് ഫേസ് യോഗ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫേസ് യോഗയുടെ വീഡിയോ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർ കാണാം. ഞാൻ റെഗുലറായിട്ട് ചെയ്യാറില്ല കേട്ടോ. അമ്മ ഇപ്പം നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം റെഗുലറായിട്ട് നോക്കി ഇങ്ങനെ ചെയ്യാറുണ്ട്. അമ്മതാ നേരം വൈകി എന്ന് പറഞ്ഞ് വിട്ടടിച്ച് വിടട്ടോ പള്ളിയിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം മാർഗംകളിക്ക് വേണ്ടി ഇവിടെ കളമൊക്കെ വരച്ചിട്ടിരിക്കുന്നത് കേട്ടോ. കെട്ടാൻ എളുപ്പമല്ല അമ്മയുടെ മുടി, പൊട്ടോക്സ് ചെയ്തോണ്ട് നിക്കില്ല. രണ്ടു വേണം. ആകെ ഒരു ഇത്തിരി മുടിയുള്ളോ? ദൈവമേ, ഇത് പണിയാ. ഒന്നാമത് ഞങ്ങക്ക് മുടിയില്ല, ഇതുകൂടെ ഇതുകൊണ്ട് നിക്കില്ല. മുറുക്കി കെട്ടിക്കോ. മാർഗംകളി അപാരത നാളെ നിനക്ക് സ്ട്രൈറ്റ് ചെയ്ത് ഓരോന്ന് എടുക്കരുത്. ഇത് ബൊട്ടോക്സ് ഇനി 6 മാസം കഴിയണം. അതെ, ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. ഇവരുടെ ബാച്ചും കൂടെ ആക്കിയിട്ട് ഇറക്കിയിട്ട് നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചേച്ചിനെ സമ്മതിച്ച്. ഹായ്, സുന്ദരിയായിരുന്നു, മുടുക്കനായി.
ചേച്ചി ഇവിടെ വർഷങ്ങളായിട്ട് മാർഗംകളി കളിക്കണതല്ലേ പുതിയതാ? പുതിയതായിട്ട് ഫസ്റ്റ് ആയിട്ട് കളിക്കണ്ടാ? തമാശക്ക് പറഞ്ഞാട്ടാ. സെറ്റല്ലേ? നിങ്ങൾ വർഷങ്ങളായി ഇവിടെ മാർഗംകളി കളിക്കുന്ന ആൾക്കാരാണോ? വർഷങ്ങളായിട്ട് കളിക്കണതല്ലേ പുതിയതാ? ആദ്യമായിട്ട് കളിക്കണേ? പ്രാക്ടീസ് ഒക്കെ എവിടം വരെയായി? സ്റ്റെപ്പൊക്കെ ഇപ്പൊ മറക്കാണ്ട് കിട്ടുമോ? മറക്കില്ല. ഞാൻ എടുക്കൂട്ടെ, ക്ലിപ്പ് എടുക്കും, അപ്പൊ കളിക്കണം. ക്ലിപ്പ് എടുക്കും, വീഡിയോ എടുക്കും ഡാൻസ് കളിക്കണേ. ചേച്ചിയുടെ പേര് എന്തോ? ഹർഷിത. ഹർഷിത. നിങ്ങൾ എപ്പോഴപ്പ മേക്കപ്പ് തുടങ്ങിയ? വയ്യാണ്ടായില്ലേ? കുഴപ്പമില്ല. കണ്ണെഴുതുന്ന കാര്യത്തിൽ സമ്മതിക്കണം. ഒരു കോൺസെൻട്രേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ സമയം കളയാതെ എന്നെ സുന്ദരനാക്കോ. സുന്ദരാണ്. ഉണങ്ങി വരണല്ലോ. ഇത് കുഴപ്പമില്ല, ഇത് ഏകദേശമായി. നിങ്ങളുടെ രണ്ടുപേര് തുറക്കണ്ടാട്ടാ. ആ, വിശേഷം പറ. വർഷങ്ങളായി മാർഗംകളി കളിക്കുന്ന ആളാണോ? ആണോ? ബാക്ക്ഗ്രൗണ്ടിൽ ചിരിച്ചവര് സ്കോർ ചെയ്യുന്നുണ്ട്. വിശേഷം പറ, എങ്ങനെയുണ്ടായിരുന്നു മാർഗംകളിയുടെ പ്രാക്ടീസ് ഒക്കെ? പിന്നെ സമാധാനം കിട്ടി. ആ, ഇനിയുള്ള വർഷങ്ങളിലൊക്കെ കളിക്കും. ഇനിയുള്ള വർഷങ്ങൾ മുഴുവൻ അടിച്ചു പൊളിക്കാൻ. അതെ, ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഇനി ഉണ്ടാവും. ഓമന ആൻഡു. പിന്നെ ഇത് മോളി ബാബു. നിങ്ങളുടെ രണ്ടു ഉറ്റ സുഹൃത്തുക്കളാണോ? ഞങ്ങള് സുഹൃത്തുക്കളാണ്. എന്റെ മോളുടെ അമ്മായിമ്മ, മോന്റെ. സീരിയസ്ലി? ഓ, ഇത്രയും മനപ്പൊരുത്തം അങ്ങോട്ട് ആൾക്കാരാ പങ്കെടുക്കണേ. അപ്പൊ ഇനിയുള്ള വർഷങ്ങളും കളിക്കണം. ഇനി ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വേണം കളിക്കണം. എല്ലാത്തിലും വേണം, മാർഗംകളി മാത്രല്ല, എല്ലാത്തിലും പങ്കെടുക്കണം. അതെ, ഇപ്പൊ വരുന്ന യുവതലമുറയ്ക്ക് ഒരു മോഡലാവട്ടെ. പ്രായമാകുമ്പോ നിങ്ങൾ ചെയ്യണമെന്ന്. അതെ അതെ, കാണിച്ചു കൊടുക്കാം. എന്തൊക്കെയുണ്ട് മാർഗംകളിയുടെ വിശേഷങ്ങൾ? പ്രാക്ടീസിനൊക്കെ സ്ഥിരം വരാറ്? ആ, ടെൻഷൻ ഉണ്ടാ? പേടിക്കൊന്നും വേണ്ട, ചില്ലായിട്ട് അങ്ങ് കളിക്കുക. അല്ല, എന്റെ കൂട്ടുകാരാ? വീടിന്റെ അടുത്തെടുത്താ? എന്താ ചെയ്യണേ നീ? +2. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞു? അപ്പൊ ഓ, എന്റെ അമ്മേ, വലിയ ആളാണ്. അപ്പൊ നന്നായിട്ട് കളിക്കുക, നല്ലോണം പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്. ഇന്നലെ വൈകുന്നേരം ഉണ്ടാവും അല്ലേ? അല്ല, ഇതൊന്ന് രാവിലെ ഇട്ടത്. അതെന്താന്നറിയ, അത് കൊറേ സോപ്പൊക്കെ ഇട്ട് കൈ കഴുകി. അമ്മാമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മാമ്മേന്. ഐ എം ടേക്കിംഗ് ഗ്ലോ. 2 പിള്ളേരുടെ അമ്മയാണ് ഈ ഇരിക്കുന്നത്, ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. പേരെന്താ? പേര് പറഞ്ഞാ മതി. എന്നാ എന്താ? ജിയാന. നല്ല പേരാണല്ലോ, അടിപൊളി പേരാണല്ലോ. ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ, എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? അവള് നാണം കൊടുങ്ങ. നീ പറഞ്ഞോ, എത്രാം ക്ലാസ്സിലാ? അറിയടി. 1-ലാണോ? കൂട്ടുകാരുണ്ടാ? ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞേ. എന്തോ? ഫാത്തിമ. പിന്നെ പിന്നെ ഒറ്റ കൂട്ടുകാരി ഉള്ളൂ? ആണോ? ഭയങ്കര ഇഷ്ടമാണോ കൂട്ടുകാരീനെ? എനിക്ക് തരുമോ കൂട്ടുകൂടാൻ വേണ്ടി? പ്ലീസ്, എനിക്ക് കൂട്ടുകാരില്ല, തരുമോ? തരാന്ന് പറ. പാവില്ല ഞാൻ. എന്നെയും കൂടെ കൂട്ടോ? എന്നാ ഞാനും കൂട്ടുകാരി. ഓക്കെ ഓക്കെ, ഫ്രണ്ട്സ്. ഓക്കെ, എന്റെ പേരറിയോ? ഹെലൻ. പറഞ്ഞേ. ആ, അപ്പൊ നമ്മള് ഫ്രണ്ട്സ് കേട്ടാ. ഇനി കണ്ടെന്നെ അറിയില്ലേ? ഹെലൻ ചേച്ചി. ഓക്കെ, ഫൈൻ. ഞങ്ങൾ കൂട്ടായിട്ടോ. വി ആർ ഫ്രണ്ട്സ്. ഇതൊക്കെ ആരാ അറേഞ്ച് ചെയ്തെന്ന ചായ ഒക്കെ? രണ്ടുപേരെയും കാണുമ്പോ എനിക്ക് എവിടെ എവിടെയൊക്കെ ചായ തോന്നും.
അതിരപ്പിള്ളിയാ? അതിരപ്പിള്ളി, മലക്കപ്പാറ, വാൽപ്പാറ. അവിടെ ടൂർ പോയേക്കുവായിരുന്നു. വാൽപ്പാറ എങ്ങനെയുണ്ട്? ചേച്ചിയും പോയായിരുന്നാ? വേറെ പോയിട്ടുണ്ട്. അടിപൊളി തേയിലത്തോട്ടം. അടിപൊളി സ്ഥലം, നല്ല തണവാ. ഇപ്പൊ തണവുണ്ട് ചേച്ചി, തണവുണ്ടല്ലേ? അതിരപ്പിള്ളിയിലാണ് സ്റ്റേ. അതിരപ്പിള്ളി ഞാൻ പോയിട്ടുണ്ട്. വാൽപ്പാറ ആദ്യമായിട്ടാണോ ഇവിടെ റിസോർട്ടില് സ്റ്റേ ആയിരുന്നു. ക്യാമ്പ് ഫയറും റേഞ്ച് ഇല്ലാണ്ടിരുന്ന അതാണ്. അപ്പൊ എന്നാ പോയിട്ട് വന്നത്? 1 മണി. ആണോ? എന്നാ പോയപ്പോ? അപ്പൊ പ്രാക്ടീസിന് ഇവിടെ വന്നില്ല. 2 ദിവസം ഈ ആളെ കാണാനുണ്ടായില്ല. 2 ദിവസം ഈ ആളെ കാണാനുണ്ടായില്ല. എന്നാണ് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അത് പറയും. ഇത് കുഴപ്പമില്ല, നമുക്ക് കളിക്കാറിനാ മതി. അപ്പൊ ശരിയില്ല. എല്ലാ ദിവസവും വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്ന് നോക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഓടിക്കാം. 1 മണിക്കല്ല സമയം പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി വ്ളോഗ് എടുത്ത് കഷ്ടപ്പെടുന്ന ഹെലനെയാണ് കാണുന്നത്. ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ചായ നല്ല ആവി പറക്കുന്ന ചായ. ഇതാണ് ഇവർ എനിക്ക് തന്നത്, വ്ളോഗ് എടുക്കാൻ വന്നത്. നല്ല ചൂട് ചായയാണ്. ഉഷാറുണ്ടാവാനായിട്ട് കൊടുത്തതാണ് ഹെലന് വ്ളോഗ് എടുത്ത്. ചായ ഇഷ്ടല്ല, പക്ഷെ ഒരു എനർജിക്ക് വേണ്ടി കുടിക്കുന്ന. ദൈവം ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് മറന്നു വീഴും. ചിരിക്കണ്ട, നിങ്ങൾ കൂടുതൽ പോലെ അതൊക്കെ നമുക്കറിയാം. കൊറേ നേരമായി നിക്കണു. ചേച്ചി ഇങ്ങനെ ഡാൻസിന്റെ മേക്കപ്പ് മാത്രം ചെയ്യണേ, അല്ലെങ്കിൽ ചെയ്യണേ? എനിക്കറിയില്ലല്ലോ. വിശേഷം പറ. എല്ലാവരും സുഖമായിരിക്കും. എപ്പോ വന്നു? 3 മണിക്ക് വന്നു ഞങ്ങള്. 3. ഞാൻ വന്നു. പിന്നെ നേരത്തെ വന്നവരൊക്കെ ഉണ്ട്. ആരെ വട കെട്ടി തന്ന തലേത്തെ? സ്നേഹ ചേച്ചി അവിടെ ബാക്ക്ഗ്രൗണ്ടില്. ബാക്ക്ഗ്രൗണ്ടിൽ വട കെട്ടാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ. വീണ്ടും വന്നു ഞങ്ങൾ. വ്ളോഗിന്റെ ആദ്യത്തിലുള്ളതാണ് വീണ്ടും വന്നു. വേദന എടുക്കട്ടെ. സാമർത്ഥ്യമാ. പാവണ്ട്. ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ ചൊറിഞ്ഞോണ്ടിരിക്കണ. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ആരെയും ചൊറിയാറില്ലത്. ചൊറിയാൻ പറ്റിയ ഒരാളെ കിട്ടി. ഈ ചേച്ചി ഡാൻസിനില്ലേ സഹായിക്കാൻ? ഉണ്ണീനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ആ കൂടി ഉണ്ടായിരുന്ന ചേച്ചിന്റെ ആദ്യം ഉണ്ടായിരുന്നേ പോയി. ആ ഇത് ചേച്ചിയുടെ ഉണ്ണിയാ? ഞാൻ അന്വേഷിച്ചോണ്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഞാൻ അന്വേഷിച്ചായിരുന്നു ആരുടെ ഉണ്ണിയാന്ന്. ചേച്ചി വ്ളോഗ് എടുത്ത് കണ്ടില്ലായിരുന്നു. ചേച്ചി വരാൻ വൈകിയ ഇപ്പഴാ വന്നേ? ഇവിടുത്തെ ഓഫീസിലുള്ളതുകൊണ്ട്. ആ എന്തോ പാട്ട് പാടണോ? ഇത്ര മതി ചേച്ചി. അത് മതി, അത് മതി. അത് ഇപ്പൊ തന്നെ കഴിക്കളഞ്ഞു. നല്ലോണം പെട്ടെന്ന് കളറാവോ തോന്നുന്നുണ്ട്. അമ്മയുടെ സോപ്പിട്ട് ഇപ്പൊ വേഗം പോയി. വീട്ടിൽ അമ്മാമ്മേനെ നോക്കണോണ്ട്. പിള്ളേരെ തലേത്തെ വട കെട്ടാൻ കഷ്ടപ്പെടുന്ന സ്നേഹ ചേച്ചി. ആരെ സഹായി? സഹായിയുടെ പേര് വിൻസി. ാണോ? നീയോ? നീ സുന്ദരിയ. നീ എന്നാ കാണാൻ നമ്മള് എന്റെ വീട്ടിലേക്ക് വരുമോ? കാണാൻ ഇടയ്ക്ക് അമ്മയോട് പറഞ്ഞിട്ട് വരുമോ? എന്നിട്ട് മേടിച്ചിട്ടുണ്ട്. മിഠായി വേണോ? ബിസ്ക്കറ്റ് വേണോ? എന്താ ഇഷ്ടം? ബിസ്ക്കറ്റാ ഇഷ്ടം? എന്ത് ബിസ്ക്കറ്റാ ഇഷ്ടം?
ഓറിയോ മേടിച്ചരാം കേട്ടാ പോകുമ്പം. ഓക്കെ, മമ്മി ചീത്ത പറയാം. മമ്മി സമ്മതിച്ച് മേടിച്ചരാം. മമ്മീന് സൂപ്പിട്ടാൽ മതി. ഓക്കെ, ഡീൽ ഡീൽ. കഴിഞ്ഞോ? ഒരു കെട്ട് കെട്ടിട്ട് കൈയെടുത്തോ. ആരോഗ്യം മുഴുവൻ അവിടെ തീർക്കണെന്ന്. ആ ചേച്ചി കുനിഞ്ഞു കുനിഞ്ഞിരുന്ന് വയ്യാണ്ട് വിചാരിക്കാത്ത ഒരു അതിഥി ഇത്. സന്തോഷായി ഇതൊക്കെ. ഇത് ഞാൻ ഇട്ടു. ഹൈറ്റായില്ലേ? പിറന്നാളാ വയറിലാവും. ചേച്ചിയുടെ എടുത്തു. ചേച്ചിയുടെ ആദ്യം എടുത്തു പാല്. സാധനങ്ങൾ മാറ്റി വെച്ചോളൂട്ടോ. പാവൻ ചേച്ചി മുണ്ടുടിപ്പിച്ച് ഒരു പരിവായി. ചേച്ചി എങ്ങനെ ചേച്ചീനെ മുണ്ടുടുക്കാൻ പഠിപ്പിച്ച വർഷങ്ങളായിട്ട്? ആണാ? വയ്യാണ്ടായില്ല എപ്പ നിക്കണതാ? അമ്മലിട്ട് കഷ്ടപ്പെടുന്ന എന്റെ അമ്മ. ആകെ കാതിലിട്ട് തൂക്കമില്ലാത്ത ആളാ അല്ലേ? മറ്റേത് കെട്ടായില്ല. പുറകിലെ വള്ളി ഇപ്പൊ ആരും കാണാനൊന്നും പോണില്ല. മതി. അമ്മേനെ ഒരുക്കാൻ വേണ്ടി സഹായിക്കാനായിട്ട് പോയതാ. ഇപ്പൊ സമയം 6:58 സംതിങ് ആയി. ഇപ്പോഴാണ് ഞാൻ വീട്ടിൽ കയറണേ. പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പരിപാടി 7:30. വീട്ടിലത്തെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. വയ്യാണ്ടായി. അയ്യോ, രാവിലെ ആ സമയത്ത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാ. പിന്നെ ഇങ്ങനെ ഒരു ഇരിപ്പാ. വയ്യാണ്ടായി, സത്യമായിട്ടും വയ്യാണ്ടായി. വയ്യർത്ത് കിണ്ടിയായിന്ന് പറയാം. കുറേ ആൾക്കാർ മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാർഗംകളിയാണല്ലോ. ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പം എനിക്കിതുവരെ അങ്ങനത്തെ കോസ്റ്റ്യൂം ഇടേണ്ട സാഹചര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വയ്യാതെയായി. ഇനിയിപ്പോൾ 7:30 മാർഗംകളി വരുന്നത്. അപ്പം എനിക്കറിയില്ല അതിൻ്റെ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നോക്കട്ടെ, കാരണം നല്ല തിരക്കായിരിക്കും. അങ്ങനെയാണ് സാഹചര്യം. പിന്നെ ഞാൻ സ്കൂട്ടി പള്ളിയുടെ അവിടെ വെച്ചിട്ടാണ് വന്നത്. അതാണ് ഏറ്റവും വയ്യാണ്ടായത്. സ്കൂട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് എല്ലാ സ്കൂട്ടികളും ബൈക്കുകളുടെ ഇടയിൽ പെട്ടിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ ഒരു നിവൃത്തിയില്ല. അതും ഹാൻഡ് ലോക്കൊക്കെയാണ് പല വണ്ടിയും. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ തിരിച്ചിപ്പോൾ തന്നെ ഞാൻ പോവുകയാണ്. ഇനി എങ്ങാനും ഞാൻ ചെല്ലണതിന് മുൻപ് എങ്ങാനും പരിപാടി തുടങ്ങി പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ തീർക്കും. കാരണം അമ്മ അത് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്.
വരച്ചിരിക്കുന്ന കറക്റ്റ് ആ വരയിൽ നിൽക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പൊ ഒന്നാമത്തെ റോയില് രണ്ടാമത്തെ റോ ആണെങ്കിൽ ഞാൻ പോയി ചുറ്റി ഇവിടെ എത്തി, എല്ലാവരും എത്തി. രണ്ടാമത്തെ സർക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം. അല്ലെങ്കിൽ എന്താ അറിയോ, ലൈൻ തപ്പി കുറെ നടക്കും കുറെ പേര് അതിന് മുമ്പിൽ കയറിക്കാൻ. അപ്പൊ പലരും പല ഷേപ്പ് ആവും. ആദ്യമേ ആ വട്ടത്തിലൊന്ന് നിൽക്കുക, ഒരുമിച്ച് എല്ലാവരും എത്തി നിൽക്കുക, എന്നിട്ട് ഒരു സ്റ്റെപ്പ് എല്ലാവരും കയറ്റി വയ്ക്കും. അത് അവരവരെ റൗണ്ടിലുള്ളവരൊന്ന് ശ്രദ്ധിക്കാം. നിക്ക് എന്നിട്ട് നമുക്കൊന്ന് സ്റ്റെപ്പ് അങ്ങനെ വെക്കാം. തലാട്ട തെയ് പറയാം, തലാട്ട തെയ് പറയാം. ഇതിനൊക്കെ ശരിക്കും തലാട്ടണം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ തലാട്ട ഇങ്ങനെ വെക്കുമ്പോ തലാട്ട. ഇന്ന് വന്ന് നിന്നേന് 2 ചപ്പാത്തി ഒരു ചില്ലി ഗോപി. ഓക്കെ, ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് പോവും. ഇങ്ങനെ കൊണ്ടു ഉടൻ തന്നെ നമ്മുടെ മാർഗംകളി ആരംഭിക്കുകയാണ്. ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ അല്പദൂരം കൂടി പിന്നോട്ട് ഇറങ്ങി നിൽക്കേണ്ടതാണ്. അല്പം കൂടി പിന്നോട്ട് പോട്ടെ. ദൈവസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹരമായ ആവിഷ്കാര മാർഗംകളി കേരളത്തിന്റെ ക്രൈസ്തവ പൈതൃകത്തിന്റെ ഹൃദയ തുടിപ്പുകളുമായി ഈ കലാരൂപം ഇന്നും നിലനിൽക്കുന്നു. നിലവിളക്കിന്റെ പ്രകാശത്തിൽ ദൈവസ്തുതികൾ അകമ്പടിയോടെ കലാകാരന്മാർ ചുവടുവെക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയായി മാറുന്നു. മാർഗംകളി കേവലം ഒരു കലാരൂപം മാത്രമല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവസുറ്റ പ്രതീകം കൂടിയാണ്. വിശുദ്ധ മാർത്തോമാശ്ലീഹയുടെ വിശ്വാസ കൈമാറ്റ തീഷ്ണതയും അതിന്റെ മാർഗങ്ങളും കലാരൂപമാക്കി അന്യം നിന്നു പോകാതെ തലമുറകളിലേക്ക് പകരുകയാണ് നമ്മുടെ ഇടവത്തിലെ ഒരു കൂട്ടം പെൺകരുത്തുകൾ. തിരുനാളിന്റെ മാറ്റുകൂട്ടി പാരമ്പര്യ ക്രിസ്ത്യൻ കലാരൂപം പ്രാർത്ഥനാപൂർവ്വം ആസ്വദിച്ച് നമുക്ക് വീട് തുറക്കാം തിരുനാളിന്റെ ആത്മീയ ആനന്ദങ്ങളുടെ ലോകത്തേക്ക്. അങ്ങനെ ഫൈനലി അവരുടെ മാർഗംകളി തുടങ്ങിയിട്ടാ. ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ക്യാമറ പിടിക്കാൻ വേണ്ടി കൈ പൊക്കി പിടിച്ച് എനിക്ക് വേദനയായി. അത്രയും നല്ല തിരക്കായിരുന്നു. പിന്നെ അവരുടെ കുറേ നാളത്തെ കഷ്ടപ്പാടാണ് ഇന്നിപ്പോൾ എല്ലാവരും പല ഏജ് ഗ്രൂപ്പുകാർ, ചെറുപ്പക്കാർ തൊട്ട് ഏജ്ഡായിട്ടുള്ള ആൾക്കാർ വരെ എഫേർട്ട് ഇട്ട് ഒരുമിച്ച് ഇത്രയും കോർഡിനേഷനോട് കൂടി ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് നമ്മൾ ഒരു എന്താ പറയുക, ഒരു കയ്യടി കൊടുക്കുക തന്നെ വേണം. എനിക്കിതിനകത്ത് അമ്മ എവിടെയാണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം തിരക്കിൻ്റെ ഇടയിൽ ഒരു കൈ പൊക്കി പിടിച്ചൊരു ക്യാമറ പിടിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം മാത്രമാണ് എനിക്ക് അറിയുള്ളായിരുന്നു. ഇതിനകത്ത് അമ്മ എവിടെയാണ്, ആരൊക്കെ എവിടെയാണ് നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവരെ മാക്സിമം അവർ കളിക്കുന്ന ഭാഗങ്ങൾ കവറപ്പ് ചെയ്യുക എന്നൊരു കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പാട്ട് പ്ലേ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഭംഗിയായിട്ട് ഡാൻസ് കളിച്ച് തീർത്തു. പിന്നെ ദേ അമ്മേനെ ഞാൻ ഇപ്പോഴാണ് ഈ ക്ലിപ്പ് എടുക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഓ, ഇവിടെ ആയിരുന്നു. അപ്പോൾ കറങ്ങി വരുമല്ലോ. സോ ആ സമയത്താണ് ഞാൻ അമ്മേനെ ഫൈൻഡ് ചെയ്തത്. അപ്പോൾ അമ്മയുടെ ക്ലിപ്സാണ് ആ കാണുന്നത്. അമ്മ വളരെ ആഗ്രഹിച്ച് കളിച്ചിട്ടുള്ള ഒരു ഡാൻസാണ്. എന്തോരം ആൾക്കാരല്ലേ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർ ഭംഗിയായിട്ട് അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവരുടെ എഫേർട്സ് യൂസ് ചെയ്തിട്ട് എല്ലാവരും കളിച്ചു. ഓരോരുത്തരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവർ അത്ര സമയമെടുത്ത് രാവിലെ തൊട്ട് വന്നിരുന്ന് ഒരുങ്ങി അതിന് ശേഷം രാത്രി വരെ വെയിറ്റ് ചെയ്ത് ഇത്ര സമയമെടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് കളിച്ചൊരു ഡാൻസാണ്.
സോ ഞാൻ ഓരോരുത്തരെയും ഓർക്കുമ്പോൾ വളരെ പ്രൗഡാണ്. അമ്മമാർ തൊട്ട് എല്ലാവരും ഉണ്ട്, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരും. അതുപോലെ തന്നെ ഇവരെ മേക്കപ്പ് ചെയ്ത അമൃത ചേച്ചിയുടെ കൂടെ കുറച്ച് ചേച്ചിമാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേര് ഞാൻ മറന്നുപോയി ഇപ്പോൾ. അപ്പോൾ അവരൊന്നും നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. കാരണം അവരൊരു 11 മണി തൊട്ടെങ്ങാണ്ട് നിന്നിട്ട് 6:30 ആ ഒരു സമയം വരെ നിന്ന നിപ്പിലെല്ലാവർക്കും ഒരു മടിയും കൂടാണ്ട് അവർ മേക്കപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ സോ അവരെ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ ഡാൻസിന് ഇല്ലാത്തവർ പോലും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുഞ്ഞൊരു കാര്യമല്ല. ഒരാളെ നമ്മൾ അവരുടെ ഒരു ഡാൻസിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പറ്റുന്ന പോലെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റഷായിരുന്നു, അപ്പോൾ കൂടുതൽ ഭാഗങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. മാക്സിമം പറ്റുന്ന കുറേ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.